Thoolika TVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്ത് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ നാം നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂട്ടം കൂടി വന്ന് സന്തോഷം പങ്കിടുകയും കൂട്ടായ്മ പങ്കുവെക്കുകയും ചെയ്യുന്നത് നമ്മളിൽ ഒരു മനുഷ്യ സഹജമായ ഒരു വാസനയാണ് നമുക്കുള്ളത്. കേരളത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തിരുവല്ലയിലും കുമ്പനാട്ടും മാരാമണ്ണും ഒക്കെ വർഷം തോറും കൺവെൻഷൻ നടക്കുന്നത് തന്നെ മനുഷ്യരെല്ലാം കൂടി വന്ന് അവരുടെ ആ സന്തോഷം പങ്കിടുന്നതൊപ്പം തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ഒരവസരം നാം കാണുന്നുണ്ട്. അവിടെ നിന്ന് ജീവിത സന്ധാരണത്തിനും മറ്റ് തലമുറയുടെ ഭാവിക്കുമായിട്ടുമൊക്കെ അനേക വിദേശ രാജ്യങ്ങളിലൊക്കെ മലയാളികൾ ചേക്കേറുകയുണ്ടായി. അങ്ങനെ ചേക്കേറിയ മലയാളികളിൽ കുറേ പേർ വടക്കേ അമേരിക്കയിൽ കാനഡയിൽ അങ്ങനെ സെറ്റിൽ ചെയ്തു. അങ്ങനെ സെറ്റിൽ ചെയ്ത മലയാളി സമൂഹം പ്രത്യേകിച്ച് ആരാധന സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും അവർ കൂടി വന്നിരുന്ന ഇടങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ അവർ ചർച്ചകളുണ്ടാക്കുകയും അങ്ങനെ ആരാധിച്ചു വന്നിരുന്നപ്പോൾ മറ്റൊരു ചിന്താഗതി അവരുടെ ഉള്ളിലുണ്ടായി. ഇങ്ങനെ പല സ്റ്റേറ്റുകളിൽ വ്യാപിച്ചു കിടക്കുന്ന മലയാളി സമൂഹത്തിന് അല്ലെങ്കിൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഒന്നിച്ചുകൂടി ഒരു വർഷത്തിലൊരിക്കലൊന്ന് കൂട്ടായ്മ പങ്കിടുവാൻ ആഗ്രഹം അവരുടെ ജീവിതത്തിലുണ്ടാവുകയും അങ്ങനെ കോൺഫറൻസുകൾ അമേരിക്കൻ മണ്ണിൽ ഉളവാവുകയും ചെയ്തു. അങ്ങനെ പീസ് നാക്ക തുടങ്ങി അനേക കോൺഫറൻസുകളുണ്ടായപ്പോൾ സഭാ തലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് സഭ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ എന്നിങ്ങനെ വിവിധ ഡിനോമിനേഷൻസ് ഉള്ള ചർച്ചസുകൾ അവരുടേതായ കുടുംബ സംഘങ്ങൾക്കും വേദി ഒരുക്കുകയുണ്ടായി. ഈ വരുന്ന ജൂലൈ മാസത്തിൽ ടൊറാൻഡോയിൽ വെച്ച് നടക്കുന്ന നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഭാരവാഹികളുടെ നമ്മൾ ഇന്ന് ചർച്ച തുടങ്ങുകയാണ്. ഞാൻ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ഓരോരുത്തരും തങ്ങളുടെ പേരും അവർ ഇപ്പോൾ ചെയ്യുന്ന ആ പദവിയെ പറ്റിയും അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. I am Pastor Sam from Toronto. I am serving as the president for the 21st NACOG conference. I am Pastor Santosh Podimala and I am serving as the vice president for the NACOG conference. എൻ്റെ പേര് സാം മാത്യു. ഞാൻ NACOGിൻ്റെ നാഷണൽ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. Hi, my name is Joshua Joseph and I am the treasurer for this year's NACOG. Hi, my name is Pastor Cecil Matthew and I have the privilege to serve as the National Youth Coordinator for the NACOG Toronto Conference. പ്രേക്ഷകർ കേട്ടതുപോലെ ഇവരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് നടക്കാൻ പോകുന്ന നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കുടുംബ സംഗമത്തിൻ്റെ സാരഥികൾ വഹിക്കുന്ന ഇവരാണ്. ഇവരോട് കൂടുതൽ ഇനി അടുത്ത് വരുന്ന ഈ 2-3 മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന കോൺഫറൻസുകളുടെ ഒരു സീസണാണ് അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. ആ അവസരത്തിൽ എൻ്റെ ആദ്യത്തെ ചോദ്യം പ്രസിഡന്റിനോടാണ്. പാസ്റ്റർ സാംകുട്ടി വർഗീസ് ടൊറാൻഡോയിലാണ് താമസിക്കുന്നത് പറഞ്ഞു. ഈ കോൺഫറൻസിൻ്റെ ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ താങ്കൾക്ക് ഒരു ചുരുക്കമായി വിശദീകരിക്കാൻ പറ്റുമോ? വളരെ അനുഗ്രഹമായ രീതിയിൽ എല്ലാ നിലയിലുമുള്ള ക്രമീകരണങ്ങൾ ഈ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഹോട്ടൽ സമുച്ചയം, എല്ലാ പ്രോഗ്രാമുകളും, നമ്മുടെ താമസ സൗകര്യവും അതുപോലെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളുമെല്ലാം എവറിത്തിങ് അണ്ടർ വൺ റൂഫ് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ടൊറൻഡോ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തായുള്ള ഹോളിഡേ ഇൻ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ദൈവം സഹായിച്ചാൽ ജൂലൈ മാസം 14 മുതൽ 17 വരെ നമ്മുടെ ചർച്ച് കോൺഫറൻസ് നടക്കുന്നത്. അതിനെ ലോക്കൽ തലത്തിലും നാഷണൽ ലെവലിലും എക്സിക്യൂട്ടീവ് തലത്തിലും വിവിധ ടീമുകൾ കഠിനാധ്വാനം ചെയ്യുന്നു. എല്ലാ രീതിയിലും കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രായവ്യത്യാസമെന്നെ ഏറ്റവും അനുഗ്രഹവും സന്തോഷപ്രദമാകുന്ന പ്രോഗ്രാം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് അനുഗ്രഹമാകും എന്ന് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പാസ്റ്റർ സാംകുട്ടി വർഗീസ് പറഞ്ഞപ്പോൾ മനോഹരമായ ഒരു കോൺഫറൻസ് സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് പറയാൻ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞെടുത്തോളം ലോക അത്ഭുതങ്ങളിൽ ഒന്നായ നയഗ്ര ഫോൾസിൻ്റെ ആ ഒരു ഇവിടെ ഒരു അനുഗ്രഹ പ്രകൃതി രമണീയമായ ഒരു അനുഭവം കൂടി നിങ്ങൾക്കുണ്ട്. അതും ഈ കോൺഫറൻസിൻ്റെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് കോൺഫറൻസ് അമേരിക്കയിൽ ആരംഭിച്ചിട്ട് ഇത് 21ാമത്തെ വർഷമാണ്. എന്തുകൊണ്ടാണ് ഈ 21 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്ന് കാനഡയ്ക്ക് ഇങ്ങനെ ഒരു കോൺഫറൻസിന് വേദിയാകുവാൻ? കഴിഞ്ഞ 20 വർഷമായി വളരെ അനുഗ്രഹമായി അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കോൺഫറൻസ് നടക്കുന്നു. ആദ്യമായിട്ടാണ് കാനഡയിൽ വെച്ച് ഇങ്ങനെ ചർച്ച് ഗോഡിൻ്റെ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അതിനെ എനിക്ക് പറയുവാനുള്ള കാരണമെന്നുള്ളത് ചർച്ച് ഗോഡിനെ നമ്മുടെ മലയാളികൾക്ക് ഒരു സഭ, ഒരു കൂടിവരവ് കാനഡയുടെ ദേശത്തെ ഇതുവരെ ഇല്ലായിരുന്നു.
ഞാൻ ഒരു 4 വർഷം മുൻപേ ന്യൂയോർക്കിൽ നിന്നും കാനഡയിലേക്ക് പോവുകയും അവിടെ സെറ്റിലാകുകയും ദൈവം തന്ന ഒരു നിയോഗമനുസരിച്ച് 3 വർഷത്തിന് മുൻപേ ഒരു ചെറിയ സഭ ആയി ഞങ്ങൾ ഒരുമിച്ച് കൂടി വരികയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടത്തെ എനിക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നാക്കോഗിനോടുള്ള ബന്ധത്തിൽ വിവിധ സ്റ്റേറ്റുകളിൽ കടന്നു പോവുകയും മീറ്റിങ്ങുകളിൽ അനുഗ്രഹം പ്രാപിക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്നും ലഭിച്ച ഉത്തേജനം മൂലമാണ് ഞാൻ എൻ്റെ ചെറിയ സഭയോടെ ഈ എൻ്റെ ആഗ്രഹവും പറഞ്ഞപ്പോൾ സഭ ഒരുമിച്ച് എന്നോട് കൂടെ ചേർന്ന് അടുത്ത ഒരു കോൺഫറൻസ് നമുക്ക് നടത്താം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പ്രകാരമാണ് ഞാൻ നാക്കോഗ് കോൺഫറൻസിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും എല്ലാ സഭകളും അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെ സഭകളും അതിനെ പ്രത്യേകം എന്നെ ഉത്സാഹിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് കോൺഫറൻസ് അവിടെ കൊണ്ടുപോകുവാനും സാധിച്ചത്. എൻ്റെ അടുത്ത ചോദ്യം സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന സാമാത്യനോടാണ്. താങ്കൾ ന്യൂയോർക്കിൽ താമസിക്കുന്നു. ഈ കോൺഫറൻസിൻ്റെ പാസ്റ്റർ പറഞ്ഞതുപോലെ അനേക ഇവിടെ നോർത്ത് അമേരിക്കയിൽ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അമേരിക്കയിലുള്ളവരും കാനഡയിലുള്ളവരും കൂടി വരികയാണ്. ഈ കോൺഫറൻസിന് ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ആ മീറ്റിങ്ങിൽ ആരൊക്കെയാണ് പ്രസംഗർ എന്നുള്ളതിനെ പറ്റി താങ്കൾക്ക് വിശദീകരിക്കുന്നത്? എല്ലാ വർഷവും സ്വദേശീയരും വിദേശീയരുമായ കർത്തദാസന്മാരാണ് സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ഇംഗ്ലണ്ടിൽ നിന്ന് പാസ്റ്റർ ജോ കുര്യൻ ഒരു പ്രധാന അതിഥിയായി കടന്നു വരുന്നു. ദോഹയിൽ നിന്ന് ബെൻസൺ മത്തായ് വേറൊരു അതിഥിയായി കടന്നു വരുന്നു. കാനഡയിൽ നിന്നുള്ള യാഫൂൾ എന്ന ഓവർസിയർ, കാനഡയുടെ ഒരു ഓവർസിയറാണ് അദ്ദേഹം, ചർച്ച് ബോർഡിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ. അദ്ദേഹം മറ്റൊരു പ്രാസംഗികനാണ്. ലേഡീസ് വിഭാഗത്തിൽ സിസ്റ്റർ അന്നമ്മ നൈനാൻ ഡാളസിൽ നിന്ന് ലേഡീസ് മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നതായിരിക്കും. അതുകൂടാതെ യൂത്തിന് വേണ്ടി ഡാളസിൽ നിന്ന് ലിൻസൺ ഡാനിയൽ ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു വലിയ ടീമാണ് ഈ വർഷം കോൺഫറൻസിന് പ്രസംഗിക്കുന്നത്. കോൺഫറൻസിലെ പ്രസംഗികരായുള്ളവരുടെ പേര് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ കോൺഫറൻസിന് ആൾക്കാർ കടന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സന്തോഷം പങ്കുവയ്ക്കുവാനും കൂട്ടായ്മ പങ്കുവയ്ക്കുവാനും അതുപോലെ തിരുവചനത്തിന് കേൾക്കുവാനും എല്ലാമാണ്. ഈ കോൺഫറൻസിലെ പ്രസംഗരുടെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ സന്തോഷ് പടിമല ഈ കോൺഫറൻസ് 21ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് കോൺഫറൻസിൽ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. താങ്കൾ മറ്റുള്ള കോൺഫറൻസുകളിൽ നേരത്തെ ഓരോ സാരഥ്യം വഹിച്ച് പരിചയപാഠവുമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള നിലയിലും ഈ കോൺഫറൻസിൽ എന്താണ് തീമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? So this time, this conference, we have taken the topic as content for the faith. By looking at that, the present day problems and the situations and the circumstances we are going through, we come to know that it is the urgency of bringing the awareness to our congregations that we need to stand for the faith. So that's the reason we took this topic as content for the faith from the Jude. So വിശ്വാസത്തിനായി പോരാടുക എന്നുള്ളതാണ് ചിന്താവിഷയം എന്ന് പാസ്റ്റർ പറയുന്നത്. അതിന് നമ്മൾ സാധാരണ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ വടക്കേ അമേരിക്കയിൽ താമസിക്കുന്ന വിശ്വാസ സമൂഹം അത്രയും വില കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ഞാൻ വീണ്ടും കടന്ന് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ആനുകാലിക പ്രസിദ്ധമായ ഒരു വിഷയമാണ് നിങ്ങൾ എടുത്തത്? അതിന് പിറകിൽ മറ്റെന്തെങ്കിലും ചരിത്രമുണ്ടോ? We have seen the present day problems and situations that we are going through. With a prayerful attitude, we found that this is the urgency that we have to re-educate and make the awareness for the young generation, and also to bridging the gap and to helping them to follow what our forefathers have stood for. And that is the reason we have to re-emphasize and also bring an awareness for the community that we have to contend for the faith. So the danger is very imminent and coming so closer, so we have to stand for the faith. Okay, thank you. As you know, we've been hearing a lot about this generation. When you look around, the news and everything is talking about how the present day generation walk away from God. And most of the thing, again, this time of the year, we're looking at an election year. And there are a lot of things are actually based upon who is going to be the president or who is going to lead this country and what kind of leadership they're going to give. And as youth director, that you've been elected as the youth director for upcoming conference, Pastor Cecil Matthew, I know you've been doing a local community church in New York, and you've been doing excellent work there. What are those things that you're going to bring up from your experience
or you're mingling with the local community there to our Pentecostal Carolite community? The similarities is that we are all lacking a true relationship with Christ and having a true encounter. We could all go to church but still not have God. And I believe there's a lot in our churches that we all still need to have that personal encounter, regardless of generation, but especially with a burden for the next generation, because they are our future. If we can create an environment, that's my prayer, my hope throughout this conference is we could just create an environment for open-hearted conversations, as well as an open heart before the presence of God, that where we could worship Him with purity and integrity, and also hear the pure word of God through great servants of God. We can allow for an encounter for the young people, for the elder people to have in the presence of God with Christ Himself. That's a great point that you bring up. And well, my question is, these days, our younger generation, Yes. They do not want to come for any kind of Malayali gatherings. Yeah. What are you going to do or implement that will attract the younger generation they will come for the conference? We're trying to venture into attempting a couple of new things. One crucial thing that's for the NACOG conference this year, there was on my heart that within a conference setting to have a retreat atmosphere. So we're going to minister to the entire family. From marriage groups, we're going to invite a couple to come and minister to young married couples and families. We are investing in resources to invite an outside team to come and pour into our young children from elementary school age, and also from middle school through young adults. Break them up into different age groups or life stages and minister to them on their grounds, on their level, creating good godly leaders and mentors, providing that for them, but also in a life group track, being able to minister to their specific need based on their life stage, but at the same time, we're all coming under the same page, and we all know that we are, regardless of Malayali or not, we are all children of God. All right, great. So will it be more of like a seminar kind of atmosphere? You have a small groups, or is it bigger gatherings? We are going to mix, a bulk of it will be a small group or a very focused group on different life stages. There will be combined sessions with the adults for open communication about generational issues that we are all facing. But also in the evenings, we are going to have a pure focus on worship and the Word of God. As we all know, it's a great pride that when we come to the conferences, we all take upon the leadership role, and then we rely on our own people to support, because these conferences are held in different cities. People have to come together, and there's a lot of expenses involved in this. And Brother Joshua Joseph is leading as a national treasurer for this. Can you explain a little bit about how the registration is going so far, and how are you coming up with the budget? So far we are doing really good. With the registration. At this point, we are ahead or more than what we were expecting as registration. So we are seeing a lot of interest in people. People have been calling, people have been sponsoring, and we have made it very affordable this time for registering in NACOG. At the same time, it's a touristic place, and we have arranged many different activities during and before and after the NACOG, so that we'll be having many different activities and many functions. At the same time, it's very affordable, and we have seen a lot of good response, and we are hoping to continue seeing new registrations as people find good airfare, and will be able to come and see us. So at the same time, we have also come up with lesser, in room reservations and in food accommodations. We have given out rebates, and people have, if they book early,
we have special discounts also for them. So we would continue to encourage people to book before May 31st so they could avail to the discounts. So once again, as Brother Joshua Joseph was mentioning, the early registration deadline is May 31st. But can you tell me, on your speech you mentioned about this tourist package. Will the conference have any overhead on that, or is it on individual, it will be based on the individuals? It's going to be based on individuals, but we have made arrangements with the tourist department in Canada where they are giving us many discounts and will be providing us vehicles if we have enough people to go into this, if we have enough people registering to the touristic places. And any of you can actually, or Pastor Sam Kuliburgis can answer this. People are traveling from all over the places, and what's the transportation like, and do you have any specific airport that you like people to fly into? Well, the conference is taking place just next to the Toronto International Airport. It's known as the Toronto Pearson International Airport. It's only just 2 or 3 minutes away from the airport, and we have a free shuttle running every 15 minutes from hotel to the airport. So that's the airport you can fly, and at the same time we made a request with Air Canada, and they have graciously approved and given us a discount code which is available to all the people who are planning to come to Toronto. So they can apply that promotional code when they are booking the ticket, and they would be able to get 10 to 15% of discount in the airfare. So as Pastor Sam Kuliburgis was mentioning, Air Canada is they are allowing the discounts, and those information will be on the Church of God website itself. For any conferences, the must thing is the people's participation. And ലോക്കൽ വയസ്സിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? അവിടെ നിന്നുള്ള എങ്ങനെയാണ് ലോക്കൽ ആളുകാർ കമ്മിറ്റികൾ ഉള്ള പ്രതികരണം എങ്ങനെയാണ്? ലോക്കൽ കമ്മിറ്റി വളരെ ശക്തമായിട്ട് അവിടെ വിൽസൺ വർഗീസ് എന്ന ബ്രദറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എല്ലാ ആഴ്ചകളിലും കൂടി അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്തുന്നു. സാങ്കുട്ടി വർഗീസും അവരുടെ നേതൃത്വത്തിൽ എല്ലാ സഭകളും അവർ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കലുള്ള അതർ ഡിനോമിനേഷൻ ചർച്ചസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ പൂർണ്ണമായി ഈ കോൺഫറൻസിന് വേണ്ടി സഹകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ലാസ്റ്റിലുള്ള ആരാധന യോഗങ്ങളുടെ ക്യാൻസൽ ചെയ്ത് ഇതിലൂടെ സഹകരിക്കാമെന്ന് ചില ചർച്ചസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൽ അവരെ വളരെ ഹാർദവമായി അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So, ഏത് കോൺഫറൻസ് നടക്കണമെങ്കിലും നമുക്ക് പണച്ചിലവുണ്ട്, എല്ലാ വ്യക്തികളായ പ്രയത്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ കോൺഫറൻസിൽ ഇതിന്റെ പ്രത്യേകമായ പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനെപ്പറ്റി പറയാൻ കഴിഞ്ഞു. ഏത് കോൺഫറൻസിൻ്റെയും പിന്നിൽ ഒരു പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്. ഈ കോൺഫറൻസിൻ്റെ ആരംഭം മുതലേ ഇതിൻ്റെ ചിന്താഗതികൾ കടന്നു വന്ന നിമിഷം മുതൽ നമുക്കൊരു പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഈവനിങ്ങിൽ അത് 8 മുതൽ 9 വരെ അത് പ്രവർത്തിച്ചു വരുന്നു. അതിന് പല സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് സാങ്കുട്ടി മത്തായി പാസ്റ്ററാണ്. അദ്ദേഹത്തോട് ചേർന്ന് ബ്രദർ ജെയിംസ് എബ്രഹാം അത് തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ അഭിമുഖം അവസാനിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ what are the message that you want to bring forth the people who are coming to the conference as well as who are watching this Thoolika program, if you have the last comments for the viewers. I want to just encourage all of our young people and the next generation, young families, to come out with your families, especially if you have young children. Please come out with them. We're going to want to minister to all of you. This year is going to be different, not for the sake of being different or better than any other year, but to build on what's already been done and to continue the progress and the growth that we've seen in our NACOG conference over the past several years. So the young people, the next generation, the singles, the college age, the young adults, come out. We're going to have heart-to-heart conversations, real mentoring, and I pray that the conference does not end on a Sunday and everything comes to a close. But my prayer is that even when the conference closes and we all go back to our cities, that we continue the relationships and live with the powerful moments
that we had at this NACOG Toronto conference. This year it will be going to be a great special conference, and all the viewers of Thoolika, I just wanted to invite you all, come and be a part, and it's going to be a real blessing for the family and the community and the places where God is going to place us. Welcome. ഈ വർഷത്തെ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ കൃപ ഇതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരെയും പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഹാർദമായി ടൊറന്റോയിൽ നടക്കുന്ന കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരിക്കും, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് ആയിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ടൊറന്റോയിൽ നടക്കുന്ന കോൺഫറൻസിൽ പകൽ സമയങ്ങളിൽ പുതിയ പ്രോഗ്രാമുകൾ ഈ വർഷം ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള അഡൽസിനും യൂത്ത്സിനും കിഡ്സിനും ലേഡീസിനും എല്ലാം ഒരുമിച്ച് പങ്കെടുക്കാവുന്ന പ്രോഗ്രാമുകൾ അതിലുണ്ട്. തൂലിക കാണുന്ന എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ വർഷത്തെ ഒരു പ്രധാന പ്രോഗ്രാം അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത് സ്നാന ശുശ്രൂഷയാണ്. ഈ വർഷമാണ് അത് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നത്, കോൺഫറൻസിൽ നടത്തുന്നത്. ആ സ്നാന ശുശ്രൂഷയും അവിടെ നടത്തുന്നതായിരിക്കും. അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. To the viewers of Thoolika TV, I welcome you all once again to come join us. It's not only a time of prayer and worship, it's a time to be with family, it's a time to be in a vacation, and it's a time to just enjoy the fellowship with the family and friends. Do not worry about financial needs. God will provide them. Book your registration, and we will pray that God will take care of the rest. So welcome all of you. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച 21ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇവിടെ കേട്ടതുപോലെ ജൂലൈ 14 മുതൽ 17 വരെ ടൊറാൻഡോയിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനം ദൈവസഭയുടെ അമേരിക്കയിലും കാനഡയിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരു സന്തോഷത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ദിനങ്ങളായി തീരട്ടെ ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പണത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ അതുപോലെ നടക്കും. നമ്മുടെ പെന്തക്കോസ് സമ്മേളനങ്ങളിൽ ഈ അടുത്ത ഇടയിൽ നടക്കുന്ന എല്ലാ കോൺഫറൻസുകളിലും കടരഹിതമായ ഒരു കോൺഫറൻസ് നടക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് നേരത്തെ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ ഈ കോൺഫറൻസിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നടത്തുന്നതിൽ അറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങനെ പണ്ട് കാലങ്ങളിൽ നടന്നുപോലുള്ള സ്നാന ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ നടക്കുവാൻ നിങ്ങൾ ആ ഹൃദയത്തിൽ തോന്നിയ ആ താല്പര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.